ലോകത്ത് ഏറ്റവും അധികം സ്വർണം കയ്യിലുള്ളത് ആരുടെ കയ്യിലാണ്, ഏത് രാജ്യത്തിന്റെ കയ്യിലാണ് എന്ന് ചോദിച്ചാൽ പലരും ചാടി വീണ് പറയുന്ന പേര് അമേരിക്ക എന്നോ ചൈന എന്നോ ഒക്കെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണമുള്ളത് ഇന്ത്യയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. വെറുതെ അങ്ങ് വന്ന് പറയുന്നതല്ല, കണക്കുകൾ അനുസരിച്ചാണ്. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിലെ ഫാമിലീസിന്റെ കയ്യിൽ, അതായത് പ്രത്യേകിച്ച് ഇന്ത്യയിലെ സ്ത്രീകളുടെ കയ്യിൽ മാത്രം ഏകദേശം 24,000 ടൺ ഗോൾഡാണുള്ളത്. അതായത് ലോകത്തെ ആകെ ഗോൾഡിന്റെ 11% നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകളുടെ കയ്യിൽ മാത്രമുണ്ട്. 24,000 ടണ്ണ്. ഇത് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കാണ്. ഈ കണക്കിൽപ്പെടാത്ത സ്വർണം എത്രത്തോളം ഇന്ത്യയിലുണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല. അത്രയും സ്വർണം ഇന്ത്യയിലുണ്ട്. അതായത് ഒരുപക്ഷെ ലോകത്തെ ആകെ സ്വർണത്തിന്റെ ഒരു 15% എങ്കിലും കുറഞ്ഞത് ഇന്ത്യയിൽ ഉണ്ടാകണം. ഈ ഒഫീഷ്യൽ കണക്കെന്ന് പറയുന്ന 15% ഒന്നും അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ 15%-നും അപ്പുറം സ്വർണം ഇന്ത്യക്കാരുടെ കയ്യിലുണ്ട്. അത് പലതും വളരെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഔദ്യോഗികമായ കണക്കുകളിൽ വരണമെന്ന് പോലുമില്ല. പ്രത്യേകിച്ച് 1947 മുമ്പുള്ള കണക്കുകൾ കൃത്യമായിട്ട് ഒരു കൗൺസിലിന് എടുക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ്. ഇന്ത്യയിൽ അത്രത്തോളം സ്വർണം ഉണ്ടായിരുന്നു, ഇപ്പോഴും അത് ഇന്ത്യയിൽ അവശേഷിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഒരു കൾച്ചർ അങ്ങനെ ആയതുകൊണ്ടാണ്. ഇവിടെ സ്വർണത്തിനും ആഭരണങ്ങൾക്കും അതിനൊക്കെ വലിയ രീതിയിലുള്ള ഡിമാൻഡ് എല്ലാ കാലവും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലെ സ്ത്രീകളുടെ കയ്യിൽ മാത്രം 24,000 ടൺ ഗോൾഡ് ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ലോകത്തെ സമ്പന്നമായ രാജ്യങ്ങൾ, ഏറ്റവും കൂടുതൽ ഈ ഗോൾഡ് നിക്ഷേപമുള്ള രാജ്യങ്ങളുണ്ടല്ലോ, ആ രാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ മുമ്പിൽ ഒന്നും അല്ല എന്നുള്ളതാണ്. ഇപ്പൊ US കയ്യിൽ 8,136.4 ടൺ ഗോൾഡാണ് ഗവൺമെന്റിന്റെ കയ്യിലുള്ളത്. രണ്ടാമത് ജർമ്മനിയാണ് 3,351.5 ടൺ. മൂന്നാമത് ഇറ്റലിയാണ് 2,451 ടൺ. നാലാമത് ഫ്രാൻസ് ആണ് 2,436 ടൺ. അഞ്ചാമത് റഷ്യയാണ് 2,335 ടൺ. ഈ 5 രാജ്യങ്ങളുടെയും ടോട്ടൽ അവരുടെ കൈവശമുള്ള ഗോൾഡ് എടുത്ത് നോക്കിയാൽ പോലും ഇന്ത്യയിലെ സ്ത്രീകളുടെ കയ്യിലുള്ള അത്രയും ഗോൾഡ് വരില്ല. ഇതെന്ന് പറയുന്നത് ഈ രാജ്യങ്ങൾ റിസർവിൽ വച്ചിരിക്കുന്ന ഗോൾഡാണ്. തീർച്ചയായിട്ടും ഇവിടെ രണ്ടും രണ്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ സ്ത്രീകളുടെയും ഫാമിലികളുടെയും കയ്യിലുള്ള ഗോൾഡും അതുപോലെ തന്നെ ഇപ്പൊ ഗവൺമെന്റിന്റെ റിസർവ് ഗോൾഡ് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ഇപ്പൊ ഗവൺമെന്റിന്റെ റിസർവ് ഗോൾഡിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 8ാമതാണ്. ഒരു 876-877 ടണ്ണാണ് ഇന്ത്യയുടെ കയ്യിലുള്ളത്. 10 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ, 8ാം സ്ഥാനത്താണ്. ചൈനയുടെ കയ്യിൽ ഒരു 2,200 ടണ്ണോളം ചൈനയുടെ കയ്യിലും റിസർവ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്കിനി അറിയേണ്ടത്, ഈ റിസർവും ഫാമിലീസിന്റെ കയ്യിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ആളുകളുടെ കയ്യിലുള്ള ഗോൾഡും വെച്ച് നോക്കിയാലും ഏത് രാജ്യമാണ് മുന്നിൽ വരിക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതായത് ഇപ്പോൾ ചില സോഴ്സുകൾ പറയുന്നതനുസരിച്ച് ഇന്ത്യയിലെ സ്ത്രീകളുടെ കയ്യിൽ ഏകദേശം 24,000 അല്ല 25,000 മുതൽ 35,000 വരെ ടണ്ണിനിടയിൽ സ്വർണം ഉണ്ടാകുമെന്നാണ്. അത് ഒരു ഏകദേശ കണക്കാണ്, കൃത്യമായ കണക്കൊന്നും ആരുടെയും കയ്യിലില്ല. കാരണം ഇന്ത്യയിലെ ഒരു സാഹചര്യം കുറച്ച് ഡിഫറെന്റ് ആണ്. പക്ഷെ എന്തുകൊണ്ട് ഇത്രയും സ്വർണം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ ചുറ്റുപാട് നോക്കിക്കോളൂ, എല്ലാ സ്ത്രീകളുടെ കയ്യിലും ആഭരണങ്ങൾ ഉണ്ടാവും. എത്ര ദാരിദ്ര്യമുണ്ടെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ആഭരണങ്ങൾ ഇല്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. അത് ഇവിടുത്തെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. എന്നാൽ US അല്ലെങ്കിൽ മറ്റ് വെസ്റ്റേൺ രാജ്യങ്ങളിലോ ഒന്നും അങ്ങനത്തെ ഒരു കൾച്ചർ ഇല്ല. അവിടെ പലരും ചിലപ്പോൾ ഗോൾഡിനെ ഒരു അസറ്റായിട്ട് കയ്യിൽ വാങ്ങി വെക്കും എന്നുള്ളതല്ലാതെ അവിടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമല്ല സ്വർണ്ണാഭരണങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു 4,000 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഗോൾഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ ഇത്രയും ഗോൾഡ് ഉള്ളത്. 25,000-35,000 എന്നുള്ള കണക്ക് നമുക്ക് വിടാം. അത് നമുക്കൊരു ഒരിക്കലും കൺഫേം ആയിട്ട് അത്രയും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ഉദ്ദേശം 24,000 ടൺ എന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു, 25,000-35,000 എന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു. അപ്പോൾ നമ്മൾ ഈ 25,000 എന്ന ഫിഗർ നമുക്ക് എടുത്തിട്ട് അതിന്റെ കൂടെ നമ്മുടെ കയ്യിൽ റിസർവ് ഉള്ളത് ഏകദേശം 876 ആണ് കേട്ടോ ശരിക്കും റിസർവ് ഉള്ളത്. അങ്ങനെ വരുമ്പോൾ 25,876 ടണ്ണാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ 822 എന്ന് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് ശരിക്കും ഒരു പഴയ കണക്കാണ്. ഇപ്പോൾ അത് 876 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 25,876 ടൺ ഗോൾഡ് ഇന്ത്യയുടെ കൈവശമുണ്ട്, ഇന്ത്യക്കാരുടെയും ഗവൺമെന്റിന്റെയും കയ്യിലായിട്ടുണ്ട്. രണ്ടാമത് ചൈനയാണ്. ചൈനയുടേത് വന്നിട്ട് ഒരു 15,000 മുതൽ 19,000 ടൺ എന്നുള്ളതാണ് ഏകദേശ കണക്ക്. എന്തായാലും ഒരു ആവറേജ് 20,000 ടണ്ണിലധികം ഗോൾഡ് ചൈനക്കാരുടെ കൈകളിൽ ഉണ്ടാവും. ഇന്ത്യൻ സംസ്കാരവുമായിട്ട് വളരെ സിമിലർ ആണ് ചൈനീസ് കൾച്ചർ എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിൽ നിന്നാണ് ഒരു സിവിലൈസേഷൻ ചൈനയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെടുന്നത്. സോ ഇന്ത്യയുമായിട്ട് അതുകൊണ്ട് വളരെ സിമിലാരിറ്റി അവർക്കുണ്ട്. അതുകൊണ്ടാണ് ചൈനയിലും ഈ ഗോൾഡ് വളരെയധികം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്.
മൂന്നാം സ്ഥാനത്ത് USA ആണ്. USA കയ്യിൽ എല്ലാം കൂടെ ഒരു ഏകദേശം 13,000 ടൺ മുതൽ 15,000 ടണ്ണിനിടയിൽ വരാം. ജർമ്മനിയാണ് നാലാമത്. ഒരു 10,000 മുതൽ 11,000 ടണ്ണോളം ഗോൾഡാണ് അവരുടെ കയ്യിൽ വരാൻ ടോട്ടൽ സാധ്യതയുള്ളത്. പേഴ്സണൽ ആയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഗോൾഡും ഗവൺമെന്റ് റിസർവും. അതുപോലെ ഈ പട്ടികയിൽ കാണുന്ന പോലെ സ്വിറ്റ്സർലാൻഡ്, റഷ്യ, ഫ്രാൻസ്, UK, സൗദി, UAE ആണ് 10ാം സ്ഥാനത്ത്. 1555 മുതൽ 2555 ഇടയിലുള്ള ഗോൾഡാണ് UAEയുടെ കയ്യിലുള്ളത്. സോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് നോക്കൂ. നമ്മുടെ ഇന്ത്യ, പലരും ദരിദ്രമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോഴും സ്വർണം, സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുള്ള സ്വർണത്തിന്റെ പട്ടികയിൽ ഇന്ത്യ ലോകത്ത് 1ാം സ്ഥാനത്താണ്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 1500-2000 വർഷം മുമ്പ് ഇന്ത്യയുടെ ലെവൽ എന്തായിരുന്നു കാണുമെന്ന്. ഇന്ത്യ എത്രത്തോളം സമൃദ്ധമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. കാരണം അറബുകളും ബ്രിട്ടീഷുകാരും ഒക്കെ അല്ലെങ്കിൽ യൂറോപ്യൻസും ഒക്കെ ഇന്ത്യയിലേക്ക് വരുന്നത് തന്നെ ഈ സമൃദ്ധമായ ഒരു രാജ്യം ലോകത്ത് എവിടെയുണ്ട്. ഇന്നിപ്പോ നമ്മൾ ശംഭാലയെ അന്വേഷിക്കുന്നുണ്ടല്ലോ. ശംഭാല എവിടെയാണ്? വളരെ സമൃദ്ധമായ ഒരു രാജ്യം എവിടെയോ ഉണ്ട്, ഹിമാലയത്തിൽ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അന്വേഷിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ കഥകൾ ഇന്ന് നിലനിൽക്കുന്നത് പോലെ വർഷങ്ങൾക്ക് മുമ്പ്, 1000-2000 വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്യന്മാർക്കിടയിലും അറബികൾക്കിടയിലും ഒക്കെ നിലനിന്നിരുന്ന ഒരു അത്ഭുത ലോക കഥയാണ് ഇന്ത്യയുടേത്. അതായത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ വളരെ സമൃദ്ധമാണ്, സ്വർണവും വജ്രവും മുത്തുകളും വിലമതിക്കാനാവാത്ത സമ്പത്തും ഒക്കെയുള്ള വളരെ സമൃദ്ധമായ ഒരു രാജ്യമാണ് എന്നുള്ള ഒരു പ്രചാരണം, കഥകൾ ഒരുപാട് അവിടേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യ അന്വേഷിച്ചുകൊണ്ട് പലരും സെൻട്രൽ ഏഷ്യയിൽ നിന്നും അല്ലെങ്കിൽ അറേബ്യൻ തീരങ്ങളിൽ നിന്നുമൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നതും. ആദ്യം കച്ചവടക്കാരായിട്ട് എത്തുന്നു, പിന്നീട് പടിപ്പടിയായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഇന്ത്യയെക്കുറിച്ച് അവിടെയൊക്കെ അറിയുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇന്ത്യ ആക്രമിക്കാനായിട്ട് വരുന്നു, സമ്പത്ത് കൊള്ളയടിക്കാനായിട്ട് വരുന്നു. അതിനുശേഷം യൂറോപ്യൻസ് വരുന്നു, അവരും സമ്പത്ത് കൊള്ളയടിക്കുന്നു. ഇങ്ങനെയൊക്കെ കൊള്ളയടിച്ചു കൊണ്ടുപോയിട്ടും ഏകദേശം 60 മുതൽ 100 ട്രില്യന്റെ വരെ സ്വത്ത് ബ്രിട്ടീഷുകാർ വരെ കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്. സ്വർണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും ഇതെല്ലാം കൊണ്ടുപോയിട്ടും ഇന്നും ഇന്ത്യയിലെ മനുഷ്യരുടെ കയ്യിൽ ഏകദേശം 25,000 മുതൽ 35,000 ഇടയിൽ ടൺ സ്വർണം ഉണ്ടെന്ന് പറയുമ്പോൾ പുരാതന കാലത്ത് ഈ രാജ്യം എത്ര സമൃദ്ധമായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.